ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കാർഡ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. HSBCയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിസ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്. ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ്. മെയിൻലി നമുക്ക് ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, ആർക്കൊക്കെയാണ് ഈ കാർഡ് എലിജിബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന ബാക്കിയുള്ള ഗുണങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നത്. നല്ലൊരു സ്പെൻഡിങ് ഉള്ള ഒരാളാണ് ഈ കാർഡ് എടുക്കുന്നതെങ്കിൽ, ഇയർലി 4 ലക്ഷം രൂപ മേലേക്കാണ് നിങ്ങളുടെ സ്പെൻഡിങ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 5x റിവാർഡ് പോയിൻറ്റ്സ് ആണ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നത് 4 ലക്ഷത്തിന് മേലെയുള്ള സ്പെൻഡിന്. ഈ കാർഡ് നമ്മൾ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് 100 രൂപയുടെ ആമസോൺ വൗച്ചർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 5000 രൂപ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപയുടെ ക്യാഷ് ബാക്ക് ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇട്ടിരിക്കുന്ന റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് എയർ മൈൽസിലേക്ക് കൺവേർഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2:1 റേഷ്യോ ആണ് നമുക്ക് വരുന്നത്. 2 റിവാർഡ് പോയിന്റ് ഉണ്ടായാലാണ് നമുക്ക് ഒരു എയർ മൈൽ പോയിന്റ് കിട്ടുള്ളൂ. 1% നമുക്ക് ഫ്യൂവൽ സർചാർജ് വേവറും കൂടി ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാർഡിൽ ഇനി എക്സ്ട്രാ വരുന്നൊരു കാര്യമാണ് ഇൻഷുറൻസ്. നമ്മൾ ഈ കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 0 ലോസ് കാർഡ് ലയബിലിറ്റി ഒക്കെ ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ് ടു 3 ലക്ഷം രൂപ വരെയാണ് നമ്മുടെ കാർഡ് നമ്മുടെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 3 ലക്ഷം രൂപ വരെയുടെ ഇൻഷുറൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാലൻസ് ട്രാൻസ്ഫർ ഫെസിലിറ്റിയും കൂടി ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറൊരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നമുക്ക് ഈ HSBCയുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് മന്ത്ലി EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എമർജൻസി കാർഡ് റീപ്ലേസ്മെൻറ്റ് ഫീച്ചർ ഈ കാർഡിൽ വരുന്നുണ്ട്. നമ്മുടെ കാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പുതിയ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. 18 വയസ്സ് മുതൽ 60 വയസ്സുള്ള ആൾക്കാർക്കാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സാലറി ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. മിനിമം 4 ലക്ഷം രൂപ ഇയർലി ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കാർഡിന് എലിജിബിൾ ആയിട്ടുള്ളത്. മെയിനായിട്ട് ഈ കാർഡ് നമുക്ക് അപ്രൂവ് ആയിട്ട് കിട്ടുന്നത് കൊച്ചി, ചെന്നൈ, അതുപോലെ ബാംഗ്ലൂർ മെയിനായിട്ടുള്ള സിറ്റീസിലാണ് ഈ കാർഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്ക് വഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.